നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയാലോ? ഇന്ന് ഞാനൊരു സ്പെഷ്യൽ മാഗി പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. ഒരു വെറൈറ്റി ടേസ്റ്റുള്ള മാഗിയാണ്, ഒരു സ്പൈസി മാഗി പ്രിപ്പറേഷനാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് വീഡിയോയിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ഈ 2 സെറ്റ് മാഗിയോ ഇപ്പിയോ എന്തായാലും മതി. 2 സെറ്റ് മാഗി, അതിൻ്റെ മസാല, പിന്നെ പെപ്പർ വേണം, ബ്ലാക്ക് പെപ്പർ വേണം. അത് പൊടിച്ചെടുക്കണം. അത് വൃത്തിയായിട്ട് പൊടിക്കരുത്, തരിയായിട്ട് പൊടിച്ച ബ്ലാക്ക് പെപ്പർ വേണം. പിന്നെ ഒരു ടൊമാറ്റോ, 2 ഓണിയൻ, 2 പച്ചമുളക്, പിന്നെ ഇത്തിരി ക്യാപ്സിക്കം, 2 മുട്ട. ഇത് വെച്ചുകൊണ്ടൊരു കിടിലൻ മാഗി റെസിപ്പിയാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പാണ്. ആദ്യമായിട്ട് ഞാൻ ചെയ്തത് നൈസായിട്ട് ഉള്ളി അരിഞ്ഞു, അതുപോലെ തന്നെ പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ക്യാപ്സിക്കം അരിഞ്ഞു, തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. നമ്മുടെ സ്പൈസി മാഗി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഈ ഒരു പാനിലേക്ക് നമുക്ക് ഒഴിക്കാം. 1 ടേബിൾ സ്പൂൺ എണ്ണ ഈ പാനിലേക്ക് ഒഴിക്കാം. എണ്ണ ചൂടായി തുടങ്ങുമ്പോൾ നമുക്ക് ഈ സവാളയൊക്കെ അതിനകത്തേക്ക് ഇടാം. സവാള, പച്ചമുളക്, ക്യാപ്സിക്കം ഒക്കെ അതിനകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാളയുടെ നിറം ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് ആ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ഇതിനകത്തേക്ക് ഇടാം. നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ഇതിനകത്തേക്ക് ഇട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി താമസിച്ചേ ഇടാവുള്ളൂ, കാരണം അല്ലെങ്കിൽ തക്കാളി വെന്തളിഞ്ഞു പോകും. ഇതിൻ്റെയൊക്കെ കളറൊന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഇത് ഞാൻ 2 സെറ്റ് മാഗി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ 1.5 ഗ്ലാസ് വെള്ളം എടുക്കുന്നത്. 1.5 ഗ്ലാസ് വെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കാം. ഈ ഒഴിച്ച 1.5 ഗ്ലാസ് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ മാഗി ഇതിനകത്തേക്ക് ഇടാം. നമുക്ക് ഈ മാഗി ഇപ്പോൾ ഇതിനകത്തേക്ക് വെക്കാം. ഇങ്ങനെ മിക്സാക്കി ഈ ഒരു വെള്ളത്തിലേക്ക് മിക്സാക്കി ഇടാം. അപ്പോൾ നമ്മൾ ചെറിയ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിടാം. അതുപോലെ തന്നെ മാഗി മസാല, ഈ 2 സംഭവത്തിന് 2 പീസിന് 2 മസാല കവറാണ് ഉണ്ടത്. പക്ഷെ 2 മസാല കവർ ഇടരുത്, 1 മസാല കവർ മാത്രം പൊട്ടിച്ച് ഇതിനകത്തേക്ക് ഇടുക. 1 മസാല കവർ മാത്രം പൊട്ടിച്ചിടുക. 2 മസാല കവർ ഇട്ടാൽ കഴിഞ്ഞാൽ ആ ടേസ്റ്റ് കിട്ടത്തില്ല. മാഗി മസാല ഇട്ടതിന് ശേഷം എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. ഇനിയാണ് നമ്മുടെ ഈ മാഗിയുടെ സ്പെഷ്യൽ മിക്സ്. ഒരു 3/4 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഒന്ന് വിതറി കൊടുക്കുക. 3/4 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഒന്ന് വിതറി കൊടുത്തിട്ട് നന്നായിട്ട് മാഗിയിൽ മിക്സ് ചെയ്ത് ചേർക്കുക. ഇപ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിലേക്ക് ഇടാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അങ്ങനെ മാഗി വെള്ളമൊക്കെ പോയി ഒരു പരുവാകുമ്പോഴത്തേക്ക്
ഈ പരുവാകുമ്പോഴത്തേക്ക് നിങ്ങൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് മുട്ട ആഡ് ചെയ്യുക. നിങ്ങൾ 2 മുട്ട ഇങ്ങനെ ആഡ് ചെയ്യുക. ആ ആഡ് ചെയ്ത മുട്ടയുടെ മുകളിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുക. ഇനി മുട്ടയൊന്ന് ഡ്രൈ ആയി തുടങ്ങുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുക്കുക. ഒന്ന് ചെറുതായിട്ട് ഡ്രൈ ആയാൽ മതി. ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ മുട്ടയൊക്കെ മിക്സ് ചെയ്ത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. ഇതിപ്പോൾ ഒരു കുഴഞ്ഞ പരുവാണ്, നിങ്ങൾ ഡ്രൈ ആക്കി എടുക്കുക. ലോ ഫ്ലെയിമിലൊരു 5 മിനിറ്റ്സ് വെച്ചിരുന്നാൽ മതി, ഇത് ഡ്രൈ ആയി കിട്ടും. അങ്ങനെ അതിപ്പോൾ ഒരു ഡ്രൈ കണ്ടീഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ സ്പൈസി നൂഡിൽസ് തയ്യാറായിരിക്കുന്നു. സൂപ്പർബാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ സ്പൈസി നൂഡിൽസ് തയ്യാറായിരിക്കുന്നു. എൻ്റെ വൈഫിൻ്റെ സജഷനാണ്. ഇതിൻ്റെ പേര് പെപ്പർ ക്രഷ്ഡ്, ഭയങ്കര കട്ടി, പെപ്പർ ക്രഷ്ഡ് സ്പൈസി എഗ് നൂഡിൽസ്. എന്തായാലും സംഭവം കിടിലാണ്. ഞാൻ ധാരാളം പ്രാവശ്യം ഉണ്ടാക്കിയിട്ടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. സംഭവം കിടു ടേസ്റ്റാണ്. സാധാരണ മാഗിയുടെ ടേസ്റ്റേ അല്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ലോക്ക്ഡൗൺ അല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.